ഡിസംബർ 1 ഞായറാഴ്ച. ലൂക്ക 21, 25 മുതൽ 28 വരെയും 34 മുതൽ 36 വരെയും വാക്യങ്ങൾ. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായിരുന്നു ടൈറ്റാനിക്. അത് ഒരിക്കലും മുങ്ങില്ല എന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. എന്നിട്ടും 1912 ഏപ്രിൽ 14 രാത്രി അത് കടലിൽ താണു. അചിന്തനീയമായത് സംഭവിച്ചു. അർദ്ധരാത്രിയോടടുത്ത് ടൈറ്റാനിക് ഒരു മഞ്ഞുമലയിൽ ഇടിച്ചു. അതിൻ്റെ 16 വെള്ളം കടക്കാത്ത അറകളിൽ 5 എണ്ണത്തിലൂടെ 300 അടിയോളം ദ്വാരമുണ്ടായി. 2.5 മണിക്കൂറിനുള്ളിൽ 1513 പേർ തണുത്ത വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ടൈറ്റാനിക് മുങ്ങുന്നതിന് മുമ്പ് അവർ ഒരു ഐസ് ഫീൽഡിലേക്ക് അതിവേഗം അടുക്കുകയാണെന്ന് ക്രൂവിനെ അറിയിക്കാൻ മുന്നറിയിപ്പ് പലതും ഉണ്ടായിരുന്നു. പക്ഷെ ആ സന്ദേശങ്ങളെല്ലാം അവർ അവഗണിച്ചു. എന്തുകൊണ്ടാണ് അന്ന് രാത്രി ഇത്രയധികം പേർ മരിച്ചത്? ഒരുപക്ഷെ കാലാവസ്ഥയുടെ അപകടത്തെ ആ കപ്പലിലുണ്ടായിരുന്ന ക്രൂ അവഗണിച്ചിരിക്കാം. പിന്നെ കപ്പലിൽ ആവശ്യത്തിന് ലൈഫ് ബോട്ടുകളില്ലായിരുന്നു. അടുത്തുകൂടെ പോയിരുന്ന കാലിഫോർണിയ എന്ന കപ്പലിലെ റേഡിയോ ഓപ്പറേറ്റർ ഡ്യൂട്ടിക്ക് പുറത്തായിരുന്നു. ഒരുപക്ഷെ ഉത്തരവാദപ്പെട്ടവർ മുന്നറിയിപ്പുകൾ ചെവിക്കൊണ്ടില്ല. അവർ മറ്റു കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഇന്ന് ആഗമനകാലത്തിൻ്റെ ആദ്യ ഞായർ ജാഗ്രതയോടെയും കാത്തിരിക്കുകയും തയ്യാറാവുകയും ചെയ്യാനുള്ള മുന്നറിയിപ്പ് നൽകുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ 2ാം വരവിനെ അനുഗമിക്കുന്ന അടയാളങ്ങളും പ്രവചിക്കുകയും പ്രതീക്ഷയോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും ജാഗ്രതയോടെയും നന്നായി തയ്യാറായിരിക്കുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഈ അടയാളങ്ങൾ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിവർന്നു നിൽക്കുകയും തല ഉയർത്തുകയും ചെയ്യുക. കാരണം നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. അതാണ് കർത്താവ് പറയുന്നത്. ദൈവ പരിപാലനയിൽ ആത്മവിശ്വാസത്തോടെ നാം ഭാവിയെ അഭിമുഖീകരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. ഇന്ന് സഭയിൽ പുതിയൊരു ആരാധന വർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ ലോകം സമാധാനത്തിനായി കേഴുന്നു. യുക്രൈൻ മുതൽ സുഡാൻ, മിഡിൽ ഈസ്റ്റ് വരെ ലോകമെമ്പാടുമുള്ള അനേകരുടെ ദുഃഖകരമായ വിലാപങ്ങൾ ദൈവം കേൾക്കുന്നു. നമ്മളിൽ എല്ലാവരും തന്നെ, ഞാൻ ഉൾപ്പെടെ, സമാധാനം ആഗ്രഹിക്കുന്നു. ഈ ഭയാനകമായ സമയങ്ങളിൽ നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നീതിക്കായി പ്രവർത്തിക്കുക എന്ന പോൾ 6 മാർപ്പാപ്പയുടെ വാക്കുകൾ നമുക്ക് ഓർക്കാം. ഇന്നത്തെ നമ്മുടെ വായനകൾ നീതിയെക്കുറിച്ച് സംസാരിക്കുന്നതും അതെങ്ങനെ ഉൾക്കൊള്ളാമെന്ന് കാണിക്കുന്നതും ആണ്. ആദ്യ വായനയിൽ നിരാശയുടെ സമയങ്ങളിൽ വിടുതലും പുനഃസ്ഥാപനവും സംബന്ധിച്ച ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രവാചകനായ ജെറമ്യ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നടക്കുമെന്ന അടിസ്ഥാന ഓർമ്മപ്പെടുത്തലോടെ ജെറമ്യയുടെ വാക്കുകൾ നമുക്ക് ഉറപ്പ് നൽകുന്നു. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ഈ വാഗ്ദത്തം ക്രിസ്തുവിലൂടെ പൂർത്തിയായി എന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ പുനർജനിക്കാൻ അനുവദിക്കുന്ന കാത്തിരിപ്പിൻ്റെ സമയമാണ് ആഗമനകാലം. മാനസാന്തരത്താൽ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്നതിനും
നമ്മുടെ ജീവിതത്തിലേക്കുള്ള ക്രിസ്തുവിൻ്റെ നിരവധി ആഗമനങ്ങളെ പ്രതിഫലിപ്പിച്ചും അനുഭവിച്ചും നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്നതിനുമുള്ള സമയം കൂടിയാണിത്. തൻ്റെ ജനന സമയത്ത് ആദ്യ വരവ് കൂടാതെ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് കൂദാശകളിലൂടെ, പ്രത്യേകിച്ച് കുർബാനയിലൂടെയും ദൈവവചനത്തിലൂടെയും ആരാധന സമൂഹത്തിലൂടെയും നമ്മുടെ മരണസമയത്തും ഒടുവിൽ വിധി എഴുതാനുള്ള രണ്ടാം വരവിലും ആണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ ജാഗരൂകരാക്കുകയും വിശ്വസ്തരാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ നിൻ്റെ പുത്രൻ്റെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഞങ്ങൾ പാപത്തിൽ ഉറങ്ങുന്നത് അവൻ കാണാതിരിക്കട്ടെ. എന്നാൽ അവിടുത്തെ സേവനത്തിൽ സജീവമാണ്. അവൻ്റെ സ്തുതിയിൽ നമ്മൾ സന്തോഷിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.